കലോത്സവത്തിന്റെ ആദ്യ ദിനം മുതൽ തന്നെ മുൻപൊന്നും കാണാത്ത തരത്തിലുള്ള പ്രതിഷേധങ്ങളും സമരങ്ങളുമാണ് ഇത്തവണത്തെ തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന കലോത്സവ വേദിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കലോത്സവത്തിന്റെ രണ്ടാമത്തെ ദിവസമാണ് ഇത്തരത്തിൽ ആദ്യമായി പറയുന്ന മാർഗ്ഗംകളി മത്സരം നടക്കുന്നത്. ഈ മാർഗ്ഗംകളി മത്സരത്തിന്റെ ബലത്തെ ചൊല്ലിയായിരുന്നു ആദ്യം തന്നെ ഉണ്ടായ കോഴ ആരോപണം. ഒന്നാം സ്ഥാനം ലഭിച്ച മാർവാനിയോസ് കോളേജിനെതിരെ യൂണിവേഴ്സിറ്റി കോളേജും മറ്റു വിദ്യാർത്ഥികളും രംഗത്തെത്തിയത്. അതിനെ തുടർന്നാണ് ഈ ഒരു കോഴ ആരോപണത്തിൽ വിവാദം ഉയർന്നു വന്ന അധ്യാപക ഈ വിധികർത്താക്കളെയൊക്കെ തന്നെ അന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. പക്ഷേ പിന്നീട് അന്ന് നിർത്തിവെച്ച കലോത്സവം വീണ്ടും ആരംഭിച്ചിരുന്നു. ഇന്ന് രാവിലെയോട് കൂടിയാണ് ഒരു സംഘം വിദ്യാർത്ഥികൾ അന്ന് മുൻപ് നടത്തിയിരുന്ന മാർഗ്ഗംകളി വീണ്ടും നടത്താൻ അനുവദിക്കില്ല, മുൻപ് നടത്തിയ റിസൾട്ട് മതിയാവും, അത്തരത്തിലുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തി. ഇതിനെ തുടർന്നാണ്, അതായത് നിരന്തരമായി ഇവിടെ നിന്ന് പരാതികളും അതുപോലെ തന്നെ ആക്ഷേപങ്ങളും ഉയർന്ന സാഹചര്യത്തിലാണ് VC കലോത്സവം നിർത്തിവെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയതെന്ന് ഉച്ചയോടുകൂടി. കലോത്സവം നിർത്തിവെക്കുക, ഇനിയൊരു മത്സരങ്ങൾ ഉണ്ടാകാൻ പാടില്ല, അതുപോലെ തന്നെ നടത്തിയ മത്സരങ്ങളുടെ ഒക്കെ തന്നെ മൂല്യനിർണ്ണയവും അല്ലെങ്കിൽ വിധി പ്രസ്താവവും ഒക്കെ തന്നെ ഇനി ഉണ്ടാവാൻ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശം നൽകിയത്. ഇതിനെ തുടർന്നാണ്, അതായത് ഇന്ന് രാവിലെ മുതൽ തന്നെ ഇവിടെ ഈ ഒരു മത്സരത്തിന് മേക്കപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ തന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു. ആ വിദ്യാർത്ഥികളാണ് സ്റ്റേജിലേക്ക് പ്രതിഷേധവുമായി എത്തിയത്. തങ്ങൾ കാലാകാലങ്ങളെ, അതായത് ഒട്ടനവധി വർഷങ്ങൾ കൊണ്ടുള്ള പരിശീലനമാണ് അവരെ ഇത്തരത്തിലൊരു കലോത്സവത്തിന് അവർ സജ്ജരാക്കിയെടുത്തത്. അതുകൊണ്ട് തന്നെ അവർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടുവന്ന അവരുടെ കലാരൂപം അവർക്ക് അവതരിപ്പിക്കണം, അതിനുള്ള അനുവാദം അവർക്ക് വേണമെന്ന തരത്തിലുള്ള പ്രതിഷേധവുമായി എത്തിയത്. പക്ഷേ 5 വർഷം കൊണ്ട് പഠിക്കുകയാണ്, അവിടെ ഞങ്ങൾ അടിച്ചിട്ട് എനിക്ക് പറ്റില്ല. ഈ പിള്ളേർ കുഞ്ഞുങ്ങളെല്ലാം പൈസ കൊടുത്തതാപ്പാ. ഞങ്ങൾക്ക് വയ്യ, ഞങ്ങൾ കൊല്ലക്കാരാ. അവിടെ ഇപ്പം 2 കലോത്സവം നടന്നു, ഞങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇവിടെ മാത്രം എന്താ ഇങ്ങനെ? ഇത് തിരുവനന്തപുരമാണോ? രാത്രിത്തെ ഫുഡ് കഴിച്ചിട്ടില്ല, രാവിലെ ഒന്നും കഴിച്ചില്ല, ഉച്ചയ്ക്ക് ഞങ്ങളൊരു വടയുടെ ബലം കാരണം ഞങ്ങൾക്ക് ആർക്കും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. ഇന്നലെ മേക്കപ്പ് ഇട്ടത് മാറ്റിയിട്ട് ഇന്ന് വീണ്ടും പുതിയതായിട്ട് മേക്കപ്പ് ഇട്ട് വന്നപ്പം ഗ്രൂപ്പ് ഡാൻസ് ക്യാൻസൽ ചെയ്തു. ഞങ്ങളുടെ കഷ്ടപ്പാടിനൊന്നും ഒരു വിലയില്ലാത്തതാണൊക്കെ കാണിക്കുന്നത്. ഓരോ ബുദ്ധിമുട്ടിൽ നിന്നും ഓരോ കുട്ടികൾ വരികയാണ്. കലയെ സ്നേഹിച്ചുകൊണ്ട് അവർ ഒരു നേരമെങ്കിലും ഒന്ന് പെർഫോം ചെയ്യണമെന്നും പറഞ്ഞ് വരുന്ന കുട്ടികളാണ്. പക്ഷേ നിങ്ങൾ ഈ ചെയ്തത് വളരെ മോശമാണ്. എന്തായാലും സംഘാടനത്തിലെ പിഴവ് കൊണ്ടും അതുപോലെ തന്നെ ആദ്യ ദിവസം മുതൽ തന്നെ ഉയർന്നു വരുന്ന ആരോപണങ്ങളുടെയൊക്കെ ഭാഗമായി VC ഇറക്കിയ ഈ ഒരു നിർദ്ദേശത്തെ മറികടന്നുകൊണ്ടുള്ള പ്രതിഷേധമാണ് നമുക്കിപ്പോൾ ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്.